BJPയും ഒന്നിച്ചു നിൽക്കുന്നു. YS ശർമ്മളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പുനരുജ്ജീവനം സാധ്യമാക്കുന്നു എന്നുള്ള വാർത്തകൾക്കിടയിൽ കോൺഗ്രസ് കൂടി മത്സര രംഗത്തുണ്ടാവും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് കൂടി മത്സര രംഗത്തുണ്ടാവും. കഴിഞ്ഞ തവണ TDPയുടെ നേതാവ് ചന്ദ്രബാബു നായിഡുവിനെ നമ്മൾ ഒരു മാസം മുമ്പ് കണ്ടിരുന്നു. അറിയാലോ അല്ലെ? തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കണ്ടത്. പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ജീപ്പിലൊക്കെ പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ആർക്കൈവിലുണ്ടാവും. എല്ലാവരുടെയും അതെ. അതിനുശേഷം പിന്നെ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം വീണ്ടും കാണുന്നത് നമ്മൾ നരേന്ദ്രമോദി അദ്ദേഹത്തെ പിടിച്ച് തൊട്ടടുത്തിരുത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ സഖ്യം അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ ആ സഖ്യം സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും നേരത്തെ നികേഷ് പറഞ്ഞ കണക്ക് ഒരു ത്രികോണ മത്സരം അവിടെ നടക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം BJPയും TDPയും ഒന്നിച്ച് ചേർന്നിരിക്കുന്നു. ശർമ്മയുടെ വരുന്നതോടുകൂടി ഉണ്ടാകുന്ന ഒരു റിജുവിനേഷൻ ഉണ്ട് നിശ്ചയമായും. ഏതായാലും അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന വിലയിരുത്തലാണ്. ആ ഭരണവിരുദ്ധ വികാരം പരമാവധി മുതലെടുക്കേണ്ടത് TDP BJP JJP സഖ്യമാണ്. പക്ഷെ അവിടെ YS ശർമ്മള കൂടി വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് വോട്ടുകൾ, പഴയ കോൺഗ്രസ് വോട്ടുകളുണ്ടല്ലോ, അത് YS ശർമ്മളയിലും YS ജഗൻ റെഡ്ഡിയുടെയും ഭാഗമായി സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ബാക്കി വോട്ടുകൾ TDPക്കും BJPക്കും JJPക്കും കിട്ടിയാൽ ഒരുപക്ഷെ TDP JJP BJP സഖ്യം അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് വിലയിരുത്തൽ. പക്ഷേ അവിടെ ഞാൻ ഉറ്റുനോക്കുന്നത് കോൺഗ്രസിൻ്റെ പുനരുജ്ജീവനമാണ്. കാരണം അവിഭക്ത ആന്ധ്രാപ്രദേശാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ എല്ലാ കാലഘട്ടത്തിലും അധികാരത്തിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ 2004-ലാണെങ്കിലും 2009-ലാണെങ്കിലും 9-ൽ പ്രത്യേകിച്ച്. കാരണം ആ ഘട്ടത്തിൽ YS രാജശേഖർ റെഡ്ഡി അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ കാണാൻ പോകുമ്പോൾ ഐ ആം ഹിയർ ബിക്കോസ് ഓഫ് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് YS രാജശേഖർ റെഡ്ഡിയെ സ്വീകരിക്കാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അതിൻ്റെ തകർച്ചയിലേക്ക് പോയിട്ടുള്ളത് യഥാർത്ഥത്തിൽ അവിടെയുള്ള സീറ്റുകൾ ഒന്നടങ്കം നഷ്ടപ്പെട്ടു. ഇപ്പോൾ തെലങ്കാന പിടിച്ചെടുത്തിരിക്കുന്നു. ഈ അടുത്ത മിഷൻ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശത്ത് കിട്ടുക. ആന്ധ്രാപ്രദേശ് കിട്ടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ല. കാരണം ആന്ധ്രാപ്രദേശ് വൈകാരികമായിട്ടാണ് ആന്ധ്ര വിഭജനത്തെ പ്രതികരിക്കുന്നത്. ഉത്തരവാദി യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയാണ് എന്നൊരു തോന്നൽ വന്നതോടുകൂടിയാണ് നിശ്ചയമായും അവിടെ കോൺഗ്രസിന് തകർച്ച വന്നത്. പക്ഷേ നേരത്തെ നികേഷ് സൂചിപ്പിച്ച പോലെ തെക്കേ ഇന്ത്യയിൽ എപ്പോഴും കോൺഗ്രസിന്റെ ബാസ്റ്റിയൻ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് തന്നെയായിരുന്നു. കേരളത്തിൽ പല രീതിയിൽ മാറി പറഞ്ഞിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നല്ല വേരോട്ടമാണ് കർണാടകത്തിൽ. തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഏതാണ്ട് 62 കണ്ടാണ്. ഇന്ന് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. 1962 കണ്ടാണ് അവസാനം ഭരിച്ചത്. അപ്പോൾ ആ അർത്ഥത്തിൽ ആന്ധ്രാപ്രദേശ് തന്നെയാണ് കോൺഗ്രസിന്റെ ബാസ്റ്റിയൻ എന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസ് പുനരുജ്ജീവിച്ച് വരികയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ സ്മൃതി പറഞ്ഞ കണക്ക് മൊത്തം 25 സീറ്റ് അവിടെ ഉള്ളത്. അതിൽ 22 സീറ്റ് YSRCPക്കാണ്, 3 സീറ്റ് TDPക്കാണ്. അവിടെ കോൺഗ്രസിന് ഒറ്റ കോൺഗ്രസിന് സീറ്റില്ല എന്ന് മാത്രമല്ല 1.5% കോൺഗ്രസ് കൂപ്പുകുത്തി. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ തകർച്ച നേരിട്ട സ്ഥലമാണ്. അവിടെ ഈ പറഞ്ഞ കണക്ക് ഒരു പുനരുജ്ജീവനം ഉണ്ടാവുകയാണ് എങ്കിൽ നിശ്ചയമായും ചിത്രം മാറും. കർണാടകത്തിൽ ഇക്കുറി പിന്നെ നോക്കൂ 26 സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് അസംഭാവ്യമായ കാര്യമാണ്. നമുക്ക് കേരളത്തിലെ പ്രതികരണങ്ങളിലേക്ക് പോയാലോ? നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് സജ്ജമാണ് എന്ന് KPCC പ്രസിഡന്റ് ഇപ്പോൾ KPCC പ്രസിഡന്റ് അല്ലേ, താൽക്കാലിക ചുമതല M.M. ഹസൻ നൽകിയിരിക്കുന്നു. അപ്പോൾ K. സുധാകരൻ MP എന്ന് മാത്രം പറയാം. കേരളത്തിൽ 20-ൽ 20 UDF നേടും. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണെന്നും സുധാകരൻ പറഞ്ഞു. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു, ഞങ്ങളത് ഉൾക്കൊണ്ടു. ഞങ്ങൾ നേരത്തെ മനസ്സിൻ്റെ അകത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് തുല്യമായിട്ടാണ് ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളെയും രൂപം കൊടുത്തത്. 20 ഔട്ട് ഓഫ് 20 ഉറപ്പ്, അതിൽ യാതൊരു മാറ്റവും വരില്ല. കഴിഞ്ഞ തവണ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇതേപോലെ പറഞ്ഞിരുന്നു 20 ഔട്ട് ഓഫ് 20. പക്ഷെ 19 സീറ്റ് കിട്ടി മുല്ലപ്പള്ളി രാമചന്ദ്രന്. പക്ഷേ അതിൻ്റെ റിസൾട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രന് കൊടുക്കാൻ സാധിച്ചില്ല കേട്ടോ. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രനെ എല്ലാവരും കൂടെ ചവിട്ടിക്കൂട്ടി. പക്ഷെ അദ്ദേഹം ഇപ്പോൾ വടകരയിൽ ഷാഫിക്ക് വേണ്ടി സജീവമായിട്ടുണ്ട്. അല്ല, അത് മുല്ലപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് രക്തമുള്ള ആളാണ്. സുധാകരനെ കണ്ണൂരിൽ ജയിച്ചത് 4-5 കണ്ണൂരിൽ നിന്ന് വടകരയിൽ മത്സരിച്ച് ജയിക്കുന്ന ആളാണ്. യഥാർത്ഥത്തിൽ CPM-നെതിരായി കണ്ണൂരിലൊരു ഫേസ് നിങ്ങൾക്ക് ഉയർത്തി കാണിക്കാനുണ്ടെങ്കിൽ അത് K. സുധാകരനല്ല, മുല്ലപ്പള്ളിയാണ്.